ഹായ്, ഇന്ന് കുട്ടികളെ എങ്ങനെയാണ് സ്ക്രിബ്ലിങ് ചെയ്യിപ്പിക്കുക എന്ന് നോക്കാം. അതായത് സ്ക്രിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കുത്തിവര. എങ്ങനെയാണ് കുട്ടികളെ കുത്തി വരയ്ക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. പെൻസിൽ കുട്ടികൾ പിടിച്ചു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ അത് ഉപയോഗിച്ച് എങ്ങനെ കുത്തി വരയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുട്ടികൾക്ക് ജസ്റ്റ് പെൻസിൽ കൊടുക്കാം. പിന്നീട് അതിൻ്റെ ഘട്ടങ്ങളുണ്ട്. ഓരോ സ്ക്രിബ്ലിങ്ങിന് അതിൻ്റെതായ ഘട്ടങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ കുട്ടികൾ കൃത്യമായി ഹാൻഡ് റൈറ്റിങ്ങിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ പറയുന്നത് അതുപോലെ എഴുതാനും പിന്നീട് അക്ഷരങ്ങൾ എഴുതാൻ അവർക്ക് എളുപ്പമായിട്ട് മാറും. നമുക്ക് എപ്പോഴും തിരക്കാണ്. കുട്ടികൾ പെൻസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുതുക, അക്ഷരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുക, എ എഴുതുക, ബി എഴുതുക. ഈ ഒരു തിരക്കിലാണ് നമ്മൾ അമ്മമാരുണ്ടായിരിക്കുക. എന്നാൽ ഒരിക്കലും നമ്മളങ്ങനെ ധൃതി പിടിക്കാതെ കുട്ടികളെ കൃത്യമായ ആ റൈറ്റിങ്ങിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നീട് അവർക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേത് നമ്മൾ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആ ഘട്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അതിനനുസരിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ ഒരു പേപ്പർ കൊടുക്കാം. A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് ന്യൂസ് പേപ്പർ ആയാലും മതി. പിന്നീട് നമ്മൾ മാർക്കറാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? മാർക്കർ കൊടുക്കാൻ വേണ്ടി കാരണം കുട്ടികൾ ഇങ്ങനെ ജസ്റ്റ് വരച്ച് വരുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് അറിയുന്നില്ല അത് എത്രത്തോളം പ്രസ് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുമ്പോഴേക്ക് കളർ വീഴുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം വരും. അപ്പോൾ ഈ സമയം നമ്മൾ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് കുട്ടിക്ക് മാർക്കർ കൊടുക്കുന്നു. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ കുത്തി വരയ്ക്കട്ടെ. കുട്ടികൾ പല രീതിയിൽ കുത്തി വരയ്ക്കും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പേപ്പർ നിറയെ കുത്തി വരയ്ക്കട്ടെ. ഇങ്ങനെ കുട്ടികൾ കുത്തി വരച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റൊരു പേപ്പർ കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് അടുത്തത് നമ്മുടെ നിർദ്ദേശം അനുസരിച്ചാണ് കുട്ടി ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കാൻ പറയാം. എന്താ ചെയ്യേണ്ടത്? മുകളിൽ നിന്ന് കുട്ടിയോട് ഇതുപോലെ താഴേക്ക് വരയ്ക്കാൻ പറയാം. ആദ്യം കുട്ടികളിങ്ങനെ വരയ്ക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് കൈപിടിച്ച് കുട്ടികളെ വരപ്പിക്കേണ്ടി വരും. കൈപിടിച്ച് വരപ്പിക്കുക, പിന്നീട് പറഞ്ഞ് വരപ്പിക്കുക. ഏറ്റവും ലാസ്റ്റ് കുട്ടികൾ വരയ്ക്കാൻ തുടങ്ങും. 1-2 ദിവസം കൊണ്ട് കഴിയുന്നതല്ല, സാവധാനം ചെയ്യിപ്പിക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ കുട്ടികൾ മുകളിൽ നിന്ന് താഴേക്ക് കൃത്യമായി വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കാനാണ്. എന്താ ചെയ്യേണ്ടത്? താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വരപ്പിക്കാം. താഴേന്ന് മുകളിലേക്ക് വരയ്ക്കാൻ പറയാം. ഇത് നിരന്തരം ട്രെയിനിങ് കൊടുത്താൽ, നമുക്ക് ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നിരന്തരം ട്രെയിനിങ് കൊടുത്താലേ കുട്ടികളിത് ചെയ്യുള്ളൂ. കുറേ ദിവസം എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ഷമയോടുകൂടി ചെയ്യിപ്പിക്കുക. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും വരയ്ക്കാൻ പഠിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പേപ്പർ കൊടുക്കുക. ഇതൊരു ദിവസം കൊണ്ട് കഴിയുന്നതല്ല, ഞാൻ വീണ്ടും പറയാണ് കേട്ടോ. മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ചില കുട്ടികൾക്ക്. ഇനി ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക, താഴെ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക്. ഈ രീതിയിൽ വരയ്ക്കാൻ വേണ്ടി പറയാം കുട്ടിയോട്. നിങ്ങൾ പറഞ്ഞ് വരപ്പിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക, മുകളിലേക്ക് വരയ്ക്കുക, താഴേക്ക് വരയ്ക്കുക, മുകളിലേക്ക് വരയ്ക്കുക. അങ്ങനെ പറഞ്ഞ് കുട്ടിയുടെ മനസ്സിലത് ഉറയ്ക്കും. ഈ ഒരു രീതിയിൽ കുട്ടി വരയ്ക്കാൻ വേണ്ടി തുടങ്ങും. അതിനുശേഷം നമുക്ക് ഇപ്പം കുട്ടിക്ക് ഈ ഒരു രീതിയിൽ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും, അല്ലേ, മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക്, ഈ ഒരു രീതിയിൽ സ്ക്രിബിൾ ചെയ്യാൻ വേണ്ടി കുട്ടി പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ വരപ്പിക്കാം. ഇതുപോലെ വരപ്പിക്കാം. ഒരു പേപ്പർ കൊടുത്ത് ഇതുപോലെ ഇടതിൽ നിന്ന് വലതിലേക്ക് വരപ്പിക്കുക. ഇങ്ങനെ വരപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇടതിൽ നിന്ന് വലത്തോട്ട് വരച്ചാൽ പിന്നെ എന്ത് ചെയ്യാം? വലത് നിന്ന് ഇടത്തോട്ട് വരപ്പിക്കുക. ഇത് കുറച്ച് പ്രയാസമാണ് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ് ഈ സ്ക്രിബ്ലിങ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായി ഇത് ചെയ്യിപ്പിക്കണം. ഇതുപോലെ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ കുട്ടികൾ വലത് നിന്ന് ഇടത്തേക്കും ഇടത്ത് നിന്ന് വലത്തേക്കും വരയ്ക്കാൻ വേണ്ടി പഠിച്ചു. ഇടത് വലതൊന്നും ഒരു പക്ഷേ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച താഴെ വരെ ഇവിടെ വരെ വരച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വരപ്പിച്ചാൽ മതി, അറിയാത്ത കുട്ടികളാണെങ്കിൽ കേട്ടോ. ഇനി അടുത്തതായി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇടത് നിന്ന് വലത്തേക്ക് വലത് നിന്ന് ഇടത്തേക്ക് ഇങ്ങനെ വരപ്പിക്കാം. ഇങ്ങനെ കുട്ടികൾ വരച്ചു വരും. ഈ രീതിയിൽ കുട്ടികളെ കൊണ്ട് വരപ്പിക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെരിച്ച് വരപ്പിക്കാം. ചെരിച്ച് ഇതുപോലെ വരപ്പിക്കാം. ഇങ്ങനെ വരയ്ക്കാൻ പറയാം, ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക്. ഇതുപോലെ വരപ്പിക്കുക കുട്ടികളെ കൊണ്ട്. മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരപ്പിക്കാം. ഇങ്ങനെയാകുമ്പോൾ കുട്ടിയുടെ കൈയുടെ എല്ലാ മൂവ്മെൻറ്റും ആയി, നേരെ വരയ്ക്കുന്നതായി ചെരിച്ച് വരയ്ക്കുന്നതായി, എല്ലാ വിധത്തിലും കുട്ടികൾ ആ ഒരു കൈയുടെ വഴക്കം വരും. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, മുകളിൽ നിന്ന് താഴേക്ക്. ആദ്യം ഇങ്ങോട്ട് വരച്ച ശേഷം പിന്നീട് ഇങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടി കൊടുക്കുക. ഇതേപോലെ വരപ്പിക്കുക. നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ? വെറുതെ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യിപ്പിച്ച് നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിടുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. പിന്നീട് നമുക്ക് ഈ രീതിയിൽ വരപ്പിക്കാം. അതായത് മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് ചെരിച്ച് വരപ്പിക്കാം. ഇങ്ങനെ ഒരു പേപ്പർ കൊടുത്ത് പേപ്പർ നിറയെ കുട്ടികളെ കൊണ്ട് ഈ രീതിയിൽ അടുപ്പിച്ച് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി പറയാം. കുട്ടികൾ ഇതുപോലെ വരയ്ക്കും. ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു വരയെ കൺട്രോൾ ചെയ്യണം. ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. വെട്ടിയെടുത്ത ശേഷം ഇത് ഒരു പേപ്പറിന് മുകളിൽ വയ്ക്കുക. ഇത് പേപ്പറിന് മുകളിൽ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെയ്യിപ്പിക്കുക. മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വരപ്പിക്കുക. ഇങ്ങനെ ഉള്ളിൽ സ്ക്രിബിൾ ചെയ്യാൻ വേണ്ടി പറയാം. ഈ സമയം കുട്ടിയോട് ഈ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പിടിക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് വരപ്പിക്കുക. ആദ്യം നിങ്ങൾക്ക് കൈ പിടിച്ച് വരച്ച് കാണിച്ചു കൊടുക്കുക, പിന്നീട് കുട്ടികൾ ഒറ്റയ്ക്ക് വരയ്ക്കും. ഇതുപോലെ വരപ്പിക്കുക. അപ്പോൾ കുട്ടികൾ മനസ്സിലാവും ഇത് ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരിത് കുട്ടിക്ക് വരും. കണ്ടോ? ഈ രീതിയിൽ ചെയ്യിപ്പിക്കാം. പിന്നീട് നമുക്ക് ഇതുപോലെ തിരിച്ചും ചെയ്യിപ്പിക്കാം. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ആ ഒരു രീതിയിലാണ്. ഇനി ഇതുപോലെ ചെയ്യാം. കുട്ടി വളരെ ഭംഗിയായി ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു വന്നാൽ കുട്ടികളെ കൃത്യമായിട്ട് സ്ക്രിബ്ലിങ് എന്താണെന്ന് പഠിക്കും. അതിനുശേഷം നമുക്ക് അവരെ പെൻസിലിലേക്കും ക്രയോൺസിലേക്കും ഇപ്പോൾ മാർക്കർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്രയോൺസ് കൊടുക്കാം. ക്രയോൺസ് കൊണ്ട് അപ്പോൾ കുറച്ചുകൂടി ശക്തി കൂട്ടി വരയ്ക്കണം. ശക്തി കൂട്ടി വരയ്ക്കാനുള്ള ട്രെയിനിങ് കൊടുത്ത ശേഷം പിന്നീട് പെൻസിലിലേക്ക് മാറാം. പെൻസിൽ വരയ്ക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ട്രെയിനിങ് വീണ്ടും മാറ്റേണ്ടി വരും. ചിലപ്പോൾ കുട്ടികളെ തീരെ കട്ടില്ലാതെ വരയ്ക്കുന്നത് കാണാം. അപ്പോൾ നമുക്കൊരു സാൻഡ് പേപ്പർ, ഉരക്കടലാസില്ലേ, അതിൻ്റെ മുകളിലൊക്കെ വരപ്പിച്ച് കുട്ടികളുടെ ആ ശക്തി എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ച് അങ്ങനെ സ്ക്രിബ്ലിങ് മാറ്റി വന്ന് അങ്ങനെ സ്ക്രിബ്ലിങ്ങിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർണ്ണമായും കുട്ടി കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം.
അടുത്തത് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഈ ഒരു ട്രെയിനിങ് കൃത്യമായി കൊടുക്കുക. ഓക്കെ.